بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കൾ, ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഒരു സംഭവമാണ് മരണം. മരണത്തെ രുചിച്ചു നോക്കാത്ത ഒരു ശരീരവും ഈ ഭൂമി ലോകത്തുണ്ടാവില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിച്ചു നോക്കും. എത്ര വലിയ സമ്പന്നനായാലും എത്ര വലിയ നേതാവായാലും അവരെയെല്ലാം മരണം പിടികൂടും. എന്തിലധികം പറയണം, ഞാനും നിങ്ങളും ഉണ്ടാവാൻ കാരണക്കാരായ, ഇരിക്കട്ടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തന്നെ കാരണക്കാരായ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അതേ അവിടുന്ന് പനി ബാധിക്കുകയാണ്. 15 ദിവസത്തോളം നീണ്ട പനി ബാധിക്കുന്നു. 15ാമത്തെ ദിവസം പുലരുന്നു, പനി മൂർജിക്കുകയാണ്, രോഗം വർദ്ധിക്കുകയാണ്. പ്രിയപത്നി ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി തങ്ങൾ താമസിക്കുന്നത്. അവിടുത്തെ മാറോട് ചേർന്നിരിക്കുന്ന സമയം മറുപക്ഷത്ത് പുന്നാര മകൾ ഫാത്തിമ ബീവി നബി തങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പയതാ കേൾക്കുന്നു, മദീനത്തെ നബി തങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ നിന്നതാ ഒരു വിളിയാളം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. ഓ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ കുടുംബമേ, നിങ്ങൾക്കു സലാം, ഈ വാതിലൊന്ന് തുറക്കുമോ? കേട്ട ഉടനെ തന്നെ പുന്നാരമകൾ ഫാത്തിമ ബീവി പറയാണ്, എൻ്റെ ഉപ്പാക്ക് വല്ലാത്ത രോഗമാണ്, എൻ്റെ ഉപ്പാക്ക് രോഗം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരായാലും ഇപ്പം പോയിക്കോളൂ, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നോളൂ. അതേ അല്പസമയം കഴിഞ്ഞു, വീണ്ടും അതാ അതേ വിളിയാളം കേൾക്കുന്നു. വാതിൽക്കൽ നിന്ന് അതേ വിളിയാളം കേട്ടപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാത്തിമ ബീവി മറുപടി പറഞ്ഞു. വീണ്ടും അല്പസമയം കഴിഞ്ഞു, മൂന്നാമതും അതാ കേൾക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയാ, മോളെ അതാരാണെന്ന് ചെന്ന് നോക്കണം, ആരാണ് ചെന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ചെല്ലുകയാണ്. പോയതിലേറെ വേഗത്തിൽ അവിടെ നിന്ന് തിരിച്ചു വരുന്നു. എന്നിട്ട് പറയാ, ഉപ്പാ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നുണ്ട് ഉപ്പാ, ഞാൻ ഇന്നേ വരെ അങ്ങനത്തെ ഒരാളെ ഈ ഭൂമി ലോകത്ത് കണ്ടിട്ടില്ല ഉപ്പാ, അദ്ദേഹം നമ്മുടെ നാട്ടുകാരനല്ല. കേട്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയാ, മോളെ ആ വാതിൽ ചെന്ന് തുറന്നു കൊടുക്കണം മോളെ. ആ വന്നത് ആരാണെന്നറിയോ? അതാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അകത്തേക്ക് പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, യാ അസ്റായീൽ, എന്തിനാണ് വന്നത്? എന്നെ കാണാൻ വന്നതാണോ അസ്റായീൽ? അസ്റായീൽ അലൈഹിസ്സലാം പറയാണ്, അല്ല നബിയെ, ഞാൻ അങ്ങയെ കാണാൻ വന്നതല്ല, മറിച്ച് എന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടതാണ് നബിയെ. അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാണ് നബിയെ. സമ്മതമില്ലെങ്കിൽ ഞാൻ അങ്ങയെ സന്ദർശിച്ച് തിരിച്ചു പോയിക്കോളാം. കേട്ട ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ തിരക്കുകയാണ് നബി തങ്ങൾ. ജിബ്രീൽ അലൈഹിസ്സലാം ഹാദിറായി. നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതേ നബിയെ, അങ്ങയുടെ ഉമ്മത്തിനെ റബ്ബ് ഏറ്റെടുത്തിരിക്കുന്നു നബിയെ. ഈ സന്തോഷ വാർത്ത കേട്ട ഉടനെ തന്നെ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനോട് റൂഹിനെ പിടിക്കാൻ പറയാണ്. അതേ റൂഹിനെ പിടിക്കാൻ ആരംഭിക്കുന്നു. വേദന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നു റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് ജിബ്രീലിനോട് പറയുന്നുണ്ട്,
യാ അസ്റായീൽ, അസ്റായീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ അസ്റായീൽ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട് അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിച്ചൂടെ അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, നബിയെ, ഞാൻ ഒരുപാട് ഭീകരന്മാരുടെ റൂഹിനെ പിടിച്ചിട്ടുണ്ട്, ഒരുപാട് ധനികന്മാരുടെ റൂഹിനെ പിടിച്ചിട്ടുണ്ട്, ഒരുപാട് നേതാക്കന്മാരുടെ റൂഹിനെ പിടിച്ച കരങ്ങളാണ് നബിയെ. പക്ഷേ ഇന്നേ വരെ എൻ്റെ കൈ വിറച്ചിട്ടില്ല നബിയെ. അങ്ങയുടെ റൂഹിനെ പിടിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു നബിയെ. എൻ്റെ കരങ്ങൾ വിറക്കുകയാണ് നബിയെ. അതേ സമയം മുന്നോട്ട് ഗമിക്കുന്നു. ലോകത്തിന്റെ പ്രകാശം കെട്ടണയുന്നു. അസ്റായീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹുമായി ആകാശ ലോകത്തേക്ക് പറന്നുയരുന്നു. മദീനത്തെ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുകയാണ്. മദീന നിവാസികളാകെ പരിഭ്രമിച്ചു പോകുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. സംഭവിക്കാൻ പാടില്ലാത്തതെന്തോ ഒന്ന് സംഭവിച്ചതുപോലെ മദീന നിവാസികളെല്ലാവരും ഓടുകയാണ്. മദീനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് ഓടുന്നു. മദീനത്തെ പള്ളി, അതേ മസ്ജിദുൻ നബവിയുടെ മൂലകളിൽ സ്വഹാബത്ത് തളർന്നു കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ബോധരഹിതനായി വീണു. അലിയാർ തങ്ങൾക്ക് നാക്ക് പൊന്തുന്നില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഭ്രാന്തനെ പോലെ ബോധം നഷ്ടപ്പെട്ട് ആരടാ എൻ്റെ ഹബീബ് മരിച്ചു എന്ന് പറഞ്ഞത് എന്നും ചോദിച്ച് അതാ ഉരുപ്പിടിച്ച വാളുമായി വരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വഹാബത്താകെ പരിഭ്രമിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയൂല. ഞങ്ങളുടെ ഹബീബ് മരിക്കൂല എന്നും പറഞ്ഞ് നടക്കുക. അതേ മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ കയറുന്നു അബൂബക്കർ തങ്ങള്. എന്തിനാ കയറുന്നത്? ആശ്വാസപ്രസംഗം നടത്തുകയാണ്. സ്വഹാബത്തിനെ എല്ലാം ആശ്വസിപ്പിക്കുകയാണ്. അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. എല്ലാ സ്വഹാബത്തിനെയും ആശ്വസിപ്പിക്കുകയാണ്. ശേഷം ജനാസ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ദിവസങ്ങളോളം പിന്നിടുന്നു. മദീന ശൂന്യതയിലേക്ക് നീങ്ങുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ റബാഹ് തങ്ങളെ പോലത്തെ പ്രമുഖ സ്വഹാബുകളെല്ലാം മദീന വിട്ടുപോകുന്നു. മദീന ഇരുണ്ട് തുടങ്ങുന്നു. ആരാരുമില്ലാതെ അഭയനായി അഭയാർത്ഥിയെപ്പോലെ മദീന ഇങ്ങനെ അലയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ സന്ദർഭത്തിൽ സ്വഹാബത്തിൻ്റെ അവസ്ഥ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ പോലും ആവില്ല അവരുടെ മനോഭാവം. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.